ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അങ്ങനെ ദേ ഞാൻ എൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. 2 ദിവസത്തെ അടുപ്പിച്ചുള്ള യാത്രാക്ഷീണമൊക്കെ ഞാൻ ഉറങ്ങി തീർത്തിട്ടുണ്ട് കേട്ടോ. ഒന്ന് ഫ്രഷായ ശേഷം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. ദോശയും ചട്നിയും വറുത്തരച്ച സാമ്പാറുമാണ് ഉണ്ടായിരുന്നത്. ഞാൻ അധികം തട്ടിക്കൂട്ട് സാമ്പാറാണ് വെക്കാറുള്ളത്, പക്ഷെ അമ്മ അങ്ങനെയല്ല, റിച്ചായിട്ട് വറുത്തരച്ച സാമ്പാറാണ് ഉണ്ടാക്കുക. അച്ഛനും അനിയനും രാവിലെ തന്നെ തറവാട്ടമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നു. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവർ തിരിച്ചെത്തിയത്. അവർ വരുമ്പോൾ അമ്പലത്തിൽ നിന്ന് പ്രസാദം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. എനിക്കാണെങ്കിൽ അവരിട്ടിട്ടുള്ള ഈ പ്രസാദം നല്ല ഇഷ്ടമാണ്. ഇത്രയും നേരം ചെറുതായിട്ട് മഴ പെയ്തുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. പിന്നെ സൂര്യൻ ഒന്ന് തലപ്പൊക്കിയപ്പോൾ ഞാൻ ജസ്റ്റ് വെയിൽ കൊള്ളാൻ ഇറങ്ങി. ഇവിടെ ഉമ്മറത്ത് റംബൂട്ടാൻ്റെ മരം ഉണ്ട് കേട്ടോ. ഇതിപ്പോൾ നടാടെ കായ്ച്ചതാണ്. 4-5 കായേ കിട്ടിയുള്ളൂ. കിട്ടിയതാണെങ്കിൽ ഈ ഒരു കോലത്തിലാണ്. റംബൂട്ടാൻ്റെ വേറൊരു മരം പറമ്പിലും ഉണ്ട്. അതിൽ കായ ഉണ്ടാവുമെങ്കിലും കിളികൾ കൊത്തിയിട്ടിട്ട് നമുക്ക് കഴിക്കാൻ പാകത്തിന് അധികം അങ്ങനെ കിട്ടാറൊന്നുമില്ല. ഞാനും അച്ഛനും അനിയനും ഇതേ റെഡി ആയിട്ടുണ്ട്. വളാഞ്ചേരി ടൗണിലേക്ക് പോകേണ്ട ഒരു ആവശ്യമുണ്ട്. അല്ലറ ചില്ലറ ഷോപ്പിങ്ങും വേറെ 1-2 കാര്യങ്ങളും ചെയ്യാനുണ്ട്. എത്ര കുറച്ച് ദിവസത്തിന് വന്നാലും ഞാൻ വളാഞ്ചേരി ടൗണിലേക്ക് പോവാതിരിക്കില്ല. ആദ്യം വന്നിട്ടുള്ളത് നന്ദിലത്ത് ജിമാർട്ടിലേക്കാണ്. ഇത് പുതിയതായിട്ട് ഓപ്പൺ ചെയ്തതാന്ന് തോന്നുന്നു. ഇതിന് മുന്നേ എൻ്റെ ശ്രദ്ധയിൽ അങ്ങനെ പെട്ടിട്ടില്ല. വീട്ടിൽ ടി വി കേടുവന്നിരിക്കുക കേട്ടോ. വീട്ടിലാണെങ്കിൽ ടി വി ആകെ കാണുന്നത് അമ്മമ്മയും മുത്തശ്ശനാണ്. അവർക്കിപ്പോൾ ആകെയുള്ള എൻ്റർടൈൻമെൻറ്റും ഇല്ലാതായതിൻ്റെ വിഷമത്തിലാണ്. ഓണം ആവാറായല്ലോ, അപ്പോൾ കുറേ ഓഫേഴ്സ് എന്തൊക്കെയുണ്ട്, ഓഫേഴ്സൊക്കെ എങ്ങനെയുണ്ട് എന്ന് നോക്കാമെന്ന് വിചാരിച്ചു. പിന്നെ എന്തായാലും വന്ന സ്ഥിതിക്ക് ഇതിൻ്റെ ഉള്ളിലുള്ള എല്ലാതും ഞങ്ങളൊരു റൗണ്ട് നടന്ന് നോക്കുകയും ചെയ്തു. അവിടുന്ന് പിന്നെ ഫേമസ് ബേക്കറി പോയിട്ട് ബാംഗ്ലൂർക്ക് കൊണ്ടുപോകാനുള്ള ചിപ്സും മേടിച്ചു. പിന്നെ തൊട്ടടുത്തുള്ള കെയർ ബേക്കറി പോയിട്ട് ഹലുവയും വാങ്ങി. വളാഞ്ചേരി ബസ് സ്റ്റാൻഡിൻ്റെ ഓപ്പോസിറ്റ് ആണ് കേട്ടോ ഈ 2 ബേക്കറി ഉള്ളത്. അവിടെ വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് എന്നെ അച്ഛനെ അവിടെ ഡ്രോപ്പ് ചെയ്ത് അനിയും വേറെ എവിടേക്കോ പോയിട്ടുണ്ട്. ഞങ്ങളുടെ പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോൾ തിരിച്ച് വീട്ടിൽ പോകാൻ അവനെയും വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. വീടെത്തിയപ്പോൾ ലഞ്ച് ടൈം ആയിട്ടുണ്ടായിരുന്നു. ചോറ്, പരിപ്പ് കറി, ചിക്കൻ ഡ്രൈ റോസ്റ്റ്, കടച്ചക്ക ഉപ്പേരി, മീൻകറി, മീൻ പൊരിച്ചത്, ഇതൊക്കെ കഴിച്ചു. തലേ ദിവസം ഉണ്ടാക്കിയ ചക്കപ്പായസം ഉണ്ടായിരുന്നു, അതും കുറച്ച് കുടിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നത്തേക്ക് ടേസ്റ്റ് ഒന്നും കൂടെ സൂപ്പറായിട്ടുണ്ട്. വൈകുന്നേരം ആയപ്പോൾ നമ്മുടെ നേരെ താഴെ അനിയത്തിയും ഫാമിലിയും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഇപ്രാവശ്യം എനിക്ക് എല്ലാവരും കാണാൻ പറ്റി. ഞാൻ നാട്ടിൽ വരാൻ പ്ലാൻ ഇടുമ്പോൾ തന്നെ മേമ്മമാരോടും പറയാറുണ്ട്, അതാകുമ്പോൾ എല്ലാവർക്കും പറ്റുകയാണെങ്കിൽ കാണാൻ ശ്രമിക്കാമല്ലോ. അമ്മ വർക്കൊക്കെ കഴിഞ്ഞ് അപ്പോൾ എത്തിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. എല്ലാവർക്കും കഴിക്കാൻ അമ്മമ്മ പഴം വാട്ടി തരുകയൊക്കെ ചെയ്തു. ചായക്കടിയൊക്കെ കഴിഞ്ഞ ശേഷം ഞങ്ങൾ കുറച്ച് നേരം കഥകളൊക്കെ പറഞ്ഞിരുന്നു. പിന്നെ 1 മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും മേമയൊക്കെ പോയി. ഇത് 2 വർഷം മുന്നേ ഞാൻ ഓണത്തിനിട്ട ഡ്രസ്സാണ് കേട്ടോ. എനിക്ക് മേമയുടെ മോള് സാത്തൂന് ഞാൻ ഒരുപോലെ നോക്കിയെടുത്തതാണ്. ധാവണി പോലെ ആക്കാനായിരുന്നു പ്ലാൻ. പിന്നെ 2 ദിവസത്തിൽ അത് ചെയ്ത് തീരില്ല പറഞ്ഞുകൊണ്ട് ഞാൻ തൽക്കാലം അതിൻ്റെ ലെങ്ത്ത് ഒന്ന് ഓൾട്ടർ ചെയ്യാൻ കൊടുക്കാമെന്ന് വിചാരിച്ചു. തൊട്ടടുത്തുള്ളൊരു ചേച്ചിയുടെയിലാണ് കൊടുക്കണത്. മഴ ഉള്ളതുകൊണ്ടും രാത്രി ആയതുകൊണ്ടും കാറിൽ പോകണമെന്നേ ഉള്ളൂ. തിരിച്ച് വീട്ടിലെത്തിയ ശേഷം ഡിന്നറൊക്കെ കഴിച്ചു. അമ്മ അൽമാര ഒതുക്കുമ്പോഴാണ് എൻ്റെ ചെറുപ്പത്തിൽ ഈ ഒരു തൊപ്പിയും സ്വെറ്ററിൻ്റെ പാൻറ്റും കണ്ടത്. ഇതിൻ്റെ ഷർട്ട് എവിടെ പോയാവോ. എൻ്റെ കയ്യിൽ ഇങ്ങനെ കുറേ പുരാവസ്തുക്കളുണ്ട് കേട്ടോ. കിട്ടിയ ചാൻസിലെല്ലാം ഞാൻ പുറത്തെടുത്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു സെപ്പറേറ്റ് വീഡിയോ തന്നെ ഞാൻ ഇടാം, ഒരു രസം. അങ്ങനെ എല്ലാം തിരിച്ചടുക്കി പെറുക്കി വെച്ച ശേഷം ഞാൻ കിടന്നുറങ്ങി. നെക്സ്റ്റ് ഡേ രാവിലെ എണീറ്റതും ഞാൻ നല്ലൊരു കുളി പാസ്സാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇന്ന് എനിക്ക് നൈറ്റ് ബാംഗ്ലൂർക്ക് തിരിച്ച് പോകാനുള്ളതാണ്. നാട്ടിലത്തെ വെള്ളത്തിൽ കുളിക്കുമ്പോഴുള്ള സുഖം പറഞ്ഞറിയിക്കാൻ പറ്റില്ല. എന്തൊരു സുഖം. നാട്ടിൽ വന്നൊന്ന് ഇരിക്കുമ്പോഴേക്കും തിരിച്ച് പോകാറായിട്ടും ഉണ്ടാവും. അത്രയും പെട്ടെന്ന് ടൈം പോവുക. മഴ ആയതുകൊണ്ടേ വഴുക്കലില്ലാതിരിക്കാനായിട്ട് കുമ്മായ ഇട്ടിട്ടുണ്ട് കേട്ടോ നിലത്തൊക്കെ. പണ്ട് ഈ ടൈൽസ് ഒന്നും ഇല്ലാതിരുന്ന കാലത്ത് ഞാൻ കുറേ വട്ടം വഴുക്കി വീണിട്ടുണ്ട്. അത്രയും സ്ഥലം ഉണ്ടായിട്ട് ആ തുളസി എവിടെ ഉണ്ടായി നിൽക്കണമെന്ന് ഒന്ന് നോക്കി നോക്ക്. അടുക്കളയിൽ ചെന്ന് നോക്കിയപ്പോൾ അമ്മ അപ്പം ചുട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഇവിടെ ദോശമാവും അപ്പത്തിൻ്റെ മാവും അരച്ച് സ്റ്റോക്ക് ചെയ്ത് വെക്കാറുണ്ട് കേട്ടോ. അപ്പത്തിൻ്റെ കൂടെ തേങ്ങാപ്പാൽ കൂട്ടി കഴിച്ച് നോക്കിയിട്ടുണ്ട് ആരെങ്കിലും? ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. എനിക്ക് അപ്പം, നൂൽപുട്ട്, കട്ടിപ്പത്തിരി ഇതിൻ്റെയൊക്കെ കൂടെ തേങ്ങാപ്പാലിൽ ലേശം മധുരമിട്ട് കഴിക്കാൻ നല്ല ഇഷ്ടമാണ് കേട്ടോ. ഉച്ച സമയമായപ്പോഴേക്കും നല്ല അടിപൊളി മഴയായിരുന്നു. ഞങ്ങളെല്ലാവരും ലഞ്ചൊക്കെ കഴിച്ചു. ഇന്നാണെങ്കിൽ ഗസ്റ്റ് ഉണ്ട് ഞങ്ങൾക്ക്. അപ്പോൾ പിന്നെ അതിൻ്റെ തിരക്കിലായിരുന്നു എല്ലാവരും. കുറച്ച് കഴിയുമ്പോഴേക്കും എനിക്ക് പോവും വേണം. ഞാൻ പിന്നെ വൈകുന്നേരം 5 മണി ആയപ്പോഴത്തേക്കും നൈസ് പത്തിരിയും ചിക്കൻ കറിയും കഴിച്ചു കേട്ടോ. ട്രാവൽ ചെയ്യുന്നതുകൊണ്ട് വേറൊന്നും ഇനി ഞാൻ കഴിക്കുന്നുണ്ടാവില്ല. തിരിച്ച് പോകാൻ ട്രെയിൻ ടിക്കറ്റ് കിട്ടാത്തതുകൊണ്ട് ബസ്സിലാണ് പോണത്. അമ്മയും അച്ഛനും പെരിന്തൽമണ്ണ കൊണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ 2 ദിവസത്തെ സുഖവാസം കഴിഞ്ഞ് തിരിച്ച് ബാംഗ്ലൂർക്ക് പോവുകയാണ്. നാട്ടിലത്തെ ചെറിയ വലിയ സന്തോഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ പുതിയ വീഡിയോസായിട്ട് കാണുന്നത് വരെയും ബായ്.